പമ്പയിൽ അഖില ലോക അയ്യപ്പ ഭക്ത സംഗമം നടത്താനൊരുങ്ങുന്ന സർക്കാരിന് ഭക്തരോട് എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ശബരിമല യുവതീ പ്രവേശനത്തിന് അനുകൂലമായി സുപ്രീം കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലം തിരുത്തി നൽകണമെന്ന് ശബരിമല കർമ്മസമിതി ജനറൽ കൺവീനർ SGR കുമാർ. ശരണം വിളിച്ച അയ്യപ്പ ഭക്തർക്കെതിരെ എടുത്ത കേസുകൾ ഒന്നും പിൻവലിക്കാതെ അയ്യപ്പ ഭക്ത സംഗമം നടത്തുന്നത് കാപട്യമാണ്. സർക്കാരിന് അയ്യപ്പ ഭക്ത സംഗമം ഭരണഘടനാപരമായ അവകാശം ഇല്ലെന്നും അദ്ദേഹം ജനം TV-യോട് പറഞ്ഞു. ഇന്നും ഇപ്പോൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്താണെന്ന് വെച്ചാൽ, ഈ 2006 മുതൽ ഈ ദേവസ്വം ബോർഡും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കേരള സർക്കാരും തുടരെ എടുത്തുകൊണ്ടിരിക്കുന്ന ശബരിമല യുവതീ പ്രവേശന അനുകൂലമായൊരു നയം ഇന്നും തുടരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സുപ്രീം കോടതിയിൽ അവർ കൊടുത്തതിന് സത്യവാങ്മൂലത്തിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. അവർക്ക് യഥാർത്ഥ ഭക്തങ്ങളോടൊപ്പമാണ്, അതല്ലെങ്കിൽ ശബരിമല വിശ്വാസത്തെ സംരക്ഷിക്കണം, അതല്ലെങ്കിൽ ഒരു നിഷ്പക്ഷമായ ഒരു നടപടിയാണ് അങ്ങനെങ്കിലും തീരുമാനിക്കുന്നതിനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ആദ്യം ചെയ്യേണ്ടത് ഈ സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലം മാറ്റി ഈ യുവതീ പ്രവേശനം എതിരാണെന്നും അവിടെ യുവതീ പ്രവേശനം പോലുള്ള കാര്യങ്ങൾ നടന്നാൽ അത് വിശ്വാസ ലംഘനമാകുമെന്നും അതിനൊരിക്കലും ഞങ്ങൾ കൂട്ടുനിൽക്കുന്നില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കോടതിയുടെ ഈ വിഷയം പരിഗണിക്കുമ്പോൾ അത് ഭക്തജനങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നെയാണ് സർക്കാരും അതുപോലെ തന്നെ അതേപോലെ സത്യവാങ്മൂലം ദേവസ്വം ബോർഡും കൊടുക്കണം. അതേ നമുക്കറിയാം, ഈ സി എ വിരുദ്ധ സമരമൊക്കെ നടന്ന സമയത്ത് അന്ന് പല വിഭാഗങ്ങളുടെ പേര് കേസൊക്കെ വന്നപ്പോൾ അവരെ കേസിൽ നിന്ന് ഒഴിവാക്കണമായിരുന്നു. അപ്പോൾ അവരെ മാത്രമായിട്ട് എങ്ങനെ ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് ശബരിമലയിൽ പ്രക്ഷോഭത്തിൽ ഉണ്ടായിരുന്ന ആളുടെ പ്രക്ഷോഭത്തിനെതിരെ എടുത്ത കേസുകളും പിൻവലിക്കും എന്ന് കേരള സർക്കാർ തീരുമാനിച്ചത്. നമുക്കൊക്കെ അറിയാം, പത്രമാധ്യമം വന്നാണ്. പക്ഷേ ഇന്നേ ദിവസം വരെ അത്തരത്തിൽ ഒരു കേസ് പോലും പിൻവലിച്ചിട്ടില്ല. പമ്പയിൽ അഖില ലോക അയ്യപ്പ ഭക്ത സംഗമം നടത്താനൊരുങ്ങുന്ന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് ശബരിമല കർമ്മസമിതി വിവിധ ഹൈന്ദവ സംഘടനകളും ഉയർന്നത്. ഭക്തരോട് എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ട് എങ്കിൽ ആദ്യം സർക്കാർ ചെയ്യേണ്ടത് ശബരിമല യുവതീ പ്രവേശനത്തിന് അനുകൂലമായിട്ട് സുപ്രീം കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലം അത് തിരുത്തി നൽകുകയാണ് വേണ്ടത് എന്ന് ശബരിമല കർമ്മസമിതിയുടെ ജനറൽ കൺവീനർ SGR കുമാർ സർക്കാരിനോട് ആവശ്യപ്പെടുന്നുണ്ട്. ഒപ്പം ശരണം വിളിച്ച അയ്യപ്പ ഭക്തർക്കെതിരെ എടുത്ത കേസുകൾ അത് ഒന്നും പിൻവലിച്ചിട്ടില്ല. അത് പിൻവലിക്കാതെ അയ്യപ്പഭക്ത സംഗമം നടത്തുന്നത് കാപട്യമാണെന്നും SGR കുമാർ ആരോപിക്കുന്നുണ്ട്. സർക്കാരിന് അയ്യപ്പഭക്ത സംഗമം ഭരണഘടനാപരമായ അവകാശം ഇല്ലെന്നും, അതായത് ഇത്തരത്തിലൊരു സംഗമം നടത്താൻ ഭരണഘടനാപരമായ അവകാശം ഇല്ലെന്നും അദ്ദേഹം ജനം TV-യോട് പറഞ്ഞു. അതായത് ശബരിമലയിലെ യുവതീ പ്രവേശനത്തിന് അനുകൂലമായി നിലപാടെടുത്ത സർക്കാർ ഇപ്പോൾ അയ്യപ്പ ഭക്ത സംഗമം നടത്താൻ ഒരുങ്ങുന്നത് വലിയൊരു കാപട്യമാണ് എന്നാണ് വിവിധ ഹൈന്ദവ സംഘടനകൾ എന്തായാലും ആരോപിക്കുന്നത്. വിവരങ്ങൾ നൽകാൻ അരുൺ കൊടുങ്ങൂർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അരുൺ, ഈ പമ്പയിൽ ഒരു വലിയ അയ്യപ്പ ഭക്ത സംഗമം, അഖില ലോക അയ്യപ്പ ഭക്ത സംഗമം നടത്താനാണ് സർക്കാരും ദേവസ്വം ബോർഡും ഒരുങ്ങുന്നത്. ഇത് വലിയൊരു കാപട്യമാണ് എന്നാണ് വിവിധ ഹൈന്ദവ സംഘടനകൾ ആരോപിക്കുന്നുണ്ട്. ഒപ്പം ശബരിമല കർമ്മസമിതി ജനറൽ കൺവീനർ SGR കുമാർ ഇക്കാര്യം ജനം TV-യോട് പറയുകയും ചെയ്തു. അരുൺ, കാലിക പ്രസക്തമായ ചോദ്യങ്ങൾ തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുകയും ചെയ്തിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശബരിമലയിലെ പരമപവിത്രമായ ആചാരങ്ങൾ സംരക്ഷിക്കുക എന്നതാണ് എല്ലാ ഭക്തരെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തിയത് സർക്കാരും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡുമാണ്. അതിൽ യുവതീ പ്രവേശനത്തിന് അനുകൂലമായ ഒരു അഫിഡവിറ്റ് തന്നെയാണ് ദേവസ്വം ബോർഡ് നിലവിൽ സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്നത്. ഈ സുപ്രീം കോടതിയിലെ ഈ ഉത്തരവ് അത് പിൻവലിക്കാതെ എന്ത് അയ്യപ്പ ഭക്തൻ സംഗമം നടത്താനാണ് ദേവസ്വം ബോർഡും സർക്കാരും തയ്യാറാകുന്നതെന്നാണ് ഏറ്റവും പ്രധാനമായി അവർ ചോദിക്കുന്നത്. അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി ഉന്നയിക്കുകയും ചെയ്യുന്നത്. കാരണം ആ ഒരു സമയത്ത് 2018 കാലയളവിൽ സുപ്രീം കോടതിയുടെ വിധി വരുന്നു. അത് ഭക്തരെ കൃത്യമായി പ്രതിസന്ധിയിലാക്കുന്ന ഒരു സമീപനമായിരുന്നു സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ട ഒരു കാര്യം, ഭക്തരെ തല്ലിച്ചതയ്ക്കാനും അതോടൊപ്പം തന്നെ നാമം ജപിക്കുന്ന ഭക്തരെ അറസ്റ്റ് ചെയ്യാനും കൃത്യമായ രീതിയിലുള്ള ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്. അതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ശബരിമലയെ സംബന്ധിച്ചോളം ആചാരങ്ങൾക്ക് ഏറ്റവും പവിത്രമായ ആചാരങ്ങൾ നിലനിൽക്കുന്ന സ്ഥലമാണ്. അവിടെ ഒരു തരത്തിലുള്ള ഇടപെടലും സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നില്ല. ഇതാണ് ഏറ്റവും പ്രധാനമായി ഇവർ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം. അതോടൊപ്പം തന്നെ നാമം ജപിച്ചത് അടക്കമുള്ള കാര്യങ്ങളിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഗുരുതരമായുള്ള ഭക്തർക്കെതിരെ കേസെടുക്കുന്ന ഒരു സമീപനമാണ് ഉണ്ടായിരുന്നത്.